ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വേദിയിലെ ബഹുമാനരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, നമ്മൾ ഒരുപാട് സെഷൻസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ഒരു കഥ പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുന്ന സമയത്ത് അവിടെ ഏറ്റവും അധികം ലക്ഷോറിയസായി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു മിസ്അബ് ബിൻ ഉമൈർ. അദ്ദേഹത്തിന് ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഏറ്റവും റിച്ചസ്റ്റ് മാൻ എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ എന്തെല്ലാം സൗകര്യങ്ങളാണോ ആവശ്യമുണ്ടായിരുന്നത് ആ സൗകര്യങ്ങൾ മുഴുവനും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മിസ്അബ്. ഒരു പ്രാവശ്യം ധരിച്ച വസ്ത്രം അദ്ദേഹത്തിന് പിന്നീട് ധരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച പെർഫ്യൂമിൻ്റെ സ്മെല്ല് ആ വഴിയിലുള്ള ആളുകൾക്ക് മുഴുവനും ലഭിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്, സൗകര്യങ്ങളെല്ലാം വലിയ സൗകര്യങ്ങളാണ്. പക്ഷേ ഒരിക്കൽ അദ്ദേഹം ആക്സെപ്റ്റഡ് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്താകുന്നു. സൗകര്യങ്ങളെല്ലാം നഷ്ടമാകുന്നു. ഒരു പ്രാവശ്യം ധരിച്ച വസ്ത്രം പിന്നീട് ധരിക്കാത്ത മിസ്അബ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മുഴുവനായി കഫൻ ചെയ്യാനുള്ള വസ്ത്രം ഇല്ലാതിരുന്നു. പക്ഷേ അദ്ദേഹം ജീവിച്ചത് സമാധാനത്തിലായിരുന്നു. അതുവരെ അദ്ദേഹത്തിന് നൽകിയ അദ്ദേഹത്തിൻ്റെ സ്വത്തിനോ സൗകര്യങ്ങൾക്കോ ഒന്നും നൽകാൻ കഴിയാത്ത സമാധാനം മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ലഭിച്ചുവെങ്കിൽ വി ആർ ഫൈൻഡിങ് ദാറ്റ് പീസ്. നമ്മൾ അന്വേഷിക്കുന്നത് ആ ഒരു സമാധാനമാണ്. അതൊരു കേവലം സമാധാനമല്ല, എറ്റേണൽ പീസ്. നമുക്ക് മരണാനന്തര ജീവിതത്തിലും നമുക്ക് ഉപകാരം ലഭിക്കുന്ന സമാധാനത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് പലരും സൂചിപ്പിച്ചു, വി ആർ വെരി ബിസി, വി ഡോണ്ട് ഹാവ് ടൈം. നമുക്ക് ഒന്നിനും സമയമല്ല, എല്ലാവരും ബിസിയാണ്. ഇപ്പം ഇന്ന് രാവിലെ ഈ ക്യാമ്പിൽ വന്നിരുന്ന് നമ്മൾ ഓരോ സെഷനിലും ഓരോരുത്തർ സംസാരിക്കുമ്പോഴും നമ്മളൊക്കെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ പരതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ്സ്. വാട്ട് ഈസ് ന്യൂ അപ്ഡേറ്റ്സ്, എന്തൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ചലനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വാട്സപ്പിൽ ആരാണ് ഹു സെൻഡ് മെസ്സേജസ് ടു മൈ വാട്സപ്പ്, ആരൊക്കെയാണ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഫേസ്ബുക്കിൽ വന്ന നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു സമയം പോലും നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. ഫോക്കസ് ചെയ്യാൻ കഴിയാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും സമയമല്ല. എല്ലാവരും വെരി വെരി ബിസിയാണ്. എല്ലാവരും ബിസിയാണ്, തിരക്കാണ്. പക്ഷേ
നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിനിടയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം എത്ര തവണ നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്, എത്ര മണിക്കൂർ നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമേ അല്ല. 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ അതിനു മുമ്പിൽ ചിലവഴിക്കാൻ നമുക്കൊരു പ്രശ്നമല്ല. അതിനിടയിൽ ഒരു ഡിസ്ട്രാക്ഷൻസും നമുക്കില്ല. പക്ഷെ നമ്മളൊരു ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ഇരുന്നാൽ 1-2 ആയത്ത് നമ്മൾ ഓതുമ്പോഴേക്ക്, പാരായണം ചെയ്യുമ്പോഴേക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കുന്നു, അതിൽ എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്ന്. വി ആർ ചെക്കിങ് ആൾവേസ് അവർ മൊബൈൽ ഫോൺ. നമ്മളെ എല്ലാ സമയത്തും നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്തിനാണ് യഥാർത്ഥത്തിൽ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് അവർ ലൈഫ്? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ലക്ഷ്യമുണ്ട്. ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആർ യു തിങ്കിങ്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുകയാണോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്? അള്ളാഹു സൃഷ്ടിച്ചത്, അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ലക്ഷ്യവുമില്ലാതെ, വിത്തൗട്ട് പർപ്പസ്, ഒരു പർപ്പസുമില്ലാതെ നിങ്ങളെ സൃഷ്ടിച്ചതാണോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ആ അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങി വരില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് അവർ ലൈഫ് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ ഡിഫൈൻ ചെയ്യാണ്. എന്താണ് വാട്ട് ഈസ് പർപ്പസ് ഓഫ് അവർ ലൈഫ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് അവർ ലൈഫ്? എന്താണ്? കേൾക്കണില്ല? വർഷിപ്പ് അല്ലാഹ്. ഗുഡ് ആൻസർ. വേറെന്തെങ്കിലും ഉണ്ടോ? ഇബാദ. ഓക്കെ. എല്ലാ കാര്യത്തിനും ഒരു പർപ്പസ് ഉണ്ടാവും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എവറിത്തിങ് യു ഡു മസ്റ്റ് ഹാവ് എ പർപ്പസ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു പർപ്പസ് ഉണ്ടാകണം. നമ്മൾ നമസ്കരിക്കുകയാണ്, നമസ്കരിക്കുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടാകണം. അതിനൊരു പർപ്പസ് ഉണ്ടെങ്കിലേ ആ നമസ്കാരം ശരിയായ നമസ്കാരമായി മാറുന്നു. വി ആർ ടോക്കിംഗ് വിത്ത് അവർ പാരൻസ്. നമ്മൾ പാരൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇഫ് വി ഹാവ് എ പർപ്പസ്, നമുക്ക് അതിന് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്തായിരിക്കും. നമ്മൾ ഇവിടെ വന്ന് പരസ്പരം സംസാരിക്കുന്നു, ആ സംസാരത്തിന് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ ആ സംസാരം സ്മൂത്തായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും, എവറിത്തിങ് യു ഡു മസ്റ്റ് ഹാവ് എ പർപ്പസ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും, ഓരോ കർമ്മങ്ങൾക്കും തീർച്ചയായും അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. എവറിത്തിങ് യു ഹാവ് മസ്റ്റ് ഹാവ് എ പർപ്പസ്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നമുക്കൊരു പർപ്പസ് ഉണ്ടാകണം. ഇതിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? ഒന്ന് പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. ഇഫ് ആരുടെ കയ്യിലൊക്കെയാണ് 2 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആരൊക്കെയുള്ളത്? 2 ഫോണ്. ഓക്കെ. ചില ആളുകൾ 2 ഫോൺ ഉണ്ടാകും, ചില ആളുകൾക്ക് 1 ഫോൺ ഉണ്ടാകും, ചില ആളുകളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നെ ടാബുകൾ ഉണ്ടാകും, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, വ്യത്യസ്ത ഗാഡ്ജറ്റുകൾ ഉണ്ടാകും. നമ്മൾ ഒരു ഫോണാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്കതിനൊരു പർപ്പസ് ഉണ്ടാകണം. എന്തിനാണ് ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്നത്? ഈ പർപ്പസ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ? ഇന്ന് ഏറ്റവും അധികം ആളുകൾ വഴിമാറിപ്പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ്. കാരണം മൊബൈൽ ഫോൺ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് നേരത്തെയൊക്കെ നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മളെ ആരും അറിയാത്തൊരു സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ, ഇഫ് വി അലോൺ എ പ്ലേസ്, അങ്ങനെയുള്ളൊരു സ്ഥലത്താണെങ്കിൽ നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യമാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്? മൊബൈൽ ഫോൺ നമുക്ക് തരുന്നത്. മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് എവിടെയും സഞ്ചരിക്കാം, എന്തും കാണാം, എന്തും കേൾക്കാം. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട്. പക്ഷേ
നമ്മൾ ഇഫ് യു ആർ എ മുസ്ലിം, എ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നില്ല. ഇഫ് യു ആർ എ മുസ്ലിം, നമ്മൾ ഒരു മുസ്ലിം ആണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാൻ നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. ആ പർപ്പസ് ചില ആളുകൾക്ക് കോളിംഗ് ആയിരിക്കാം. പക്ഷെ ആ കോളിംഗ് അതിനൊരു പർപ്പസ് ഉണ്ടാവണം. എന്തിനാണ്? വൈ വി ആർ കോളിംഗ്? എന്തിനാണ് നമ്മൾ കോൾ ചെയ്യുന്നത്? മറ്റുള്ളവരെ ചീത്ത പറയാനാണോ? അതല്ലെങ്കിൽ ഇസ്ലാം നിരോധിച്ച ഹറാമാക്കിയ സംസാരം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാനാണോ? നമുക്ക് ഏതെങ്കിലും വീഡിയോകൾ കാണാനാണെങ്കിൽ അത് ഏത് വീഡിയോ ആണ്? വിച്ച് വീഡിയോ വി ആർ സീയിങ്? നമ്മൾ ഏത് വീഡിയോ ആണ് മൊബൈൽ ഫോണിൽ കാണുന്നത്? വി ആർ വാച്ചിങ്. നമ്മൾ ഏത് വീഡിയോ ആണ് മൊബൈൽ ഫോണിൽ വാച്ച് ചെയ്യുന്നത്? അപ്പം അതിന് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല വീഡിയോ മൊബൈൽ ഫോണിൽ വാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായൊരു കാര്യമുണ്ട്. പടച്ചോൻ പറയാണ്, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വഅൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർള് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അള്ളാഹുവിൻ്റെ പക്കലാണ് അദൃശ്യത്തിൻ്റെ ഖജനാവുകൾ, ഗൈബിയായ കാര്യങ്ങൾ. അതിൻ്റെ കൺട്രോൾ അള്ളാഹുവിൻ്റെ പക്കലാണ്. അള്ളാഹു മാത്രമാണ് അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നത്. പക്ഷേ ആ അള്ളാഹു അറിയുന്ന കാര്യമുണ്ട്. യഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, അള്ളാഹു ബഹറിലുള്ളത്, കടലിലുള്ളത് അള്ളാഹു അറിയുന്നു. അതേപോലെ തന്നെ കരയിലുള്ളത്, ഇവിടെ ഈ ഭൂമിയിലുള്ളത് അറിയുന്നു, വെള്ളത്തിലുള്ളത് അറിയുന്നു. ഒരു ഇല വീണാൽ, ഒരു മരത്തിൽ നിന്ന് ഒരു ഇല താഴെ വീണാൽ അതുപോലും അള്ളാഹു അറിയുന്നു. അള്ളാഹു രാത്രിയുള്ളത് അറിയുന്നു, പകലുള്ളത് അറിയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഉപയോഗിച്ച് നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് എന്തും കാണാം എന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ ഒരാൾ മാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവിടെ രണ്ടാമത് അള്ളാഹു ഉണ്ട്. ആ അള്ളാഹു വി ആർ വാച്ചിങ് വീഡിയോസ് ബട്ട് അള്ളാഹ് വാച്ചിങ് അസ്. നമ്മൾ വാച്ച് ചെയ്യുന്നത് വീഡിയോ ആണ്, പക്ഷേ അള്ളാഹു നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ എവിടെയും ഒറ്റക്കല്ല. അവിടെയൊക്കെ നമ്മളെ വാച്ച് ചെയ്യാനുള്ള, നമ്മളെ നിരീക്ഷിക്കുവാനുള്ള സംവിധാനം ഇസ്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യത്തിനും നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിന് നമുക്കൊരു പർപ്പസ് ഉണ്ടാകണം. അതേപോലെ തന്നെ എവറിത്തിങ് യു ഏൺ മസ്റ്റ് ഹാവ് എ പർപ്പസ്. നമ്മൾ പലപ്പോഴും ഏൺ ചെയ്യും, പണം സമ്പാദിക്കും, പൈസ ഉണ്ടാക്കും നമ്മൾ. പക്ഷെ അങ്ങനെ പൈസ ഉണ്ടാക്കുമ്പോഴും അതിന് നമുക്കൊരു പർപ്പസ് ഉണ്ടാകണം. നമ്മൾ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളവിടെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പണം സമ്പാദിക്കുമ്പോഴും എന്തിനാണ്? വൈ വി ആർ ഏണിങ്? നമ്മൾ എന്തിനാണ് പണം ഉണ്ടാക്കുന്നത്? പണം ഉണ്ടാക്കി അലമാറയിൽ സൂക്ഷിക്കാനാണോ? അല്ല, അവിടെ നമുക്കൊരു കൃത്യമായ പർപ്പസ് ഉണ്ടാകും. ആ പർപ്പസ് ഉണ്ടെങ്കിൽ, നമ്മൾ പൈസ ഉണ്ടാക്കാൻ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായി ആ പണം ചെലവഴിക്കാനും നമുക്കൊരു കൃത്യമായ റൂട്ട് ഉണ്ടാകും. ആ പണം ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാം എന്ന് വി ക്യാൻ പ്ലാൻ, അത് പ്ലാൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ പണം അത് എങ്ങനെയാണ് എങ്ങനെയാണ് ഏൺ ചെയ്യേണ്ടത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് നമുക്ക് കാണിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള എവറിത്തിങ് യു ലേൺ മസ്റ്റ് ഹാവ് എ പർപ്പസ്. നമ്മൾ പഠിക്കുന്നവരാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു എന്ത് പഠിക്കണം, എന്തൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. പക്ഷെ നമ്മൾ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ ആ പഠിക്കുന്നത് എന്തിനാണ്? അതിന് നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ ഒരു പർപ്പസ്ഫുള്ളിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള പർപ്പസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഇവിടെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളും, മനുഷ്യർ മാത്രമല്ല, മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ, അതൊക്കെ എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത്? വൈ അള്ളാഹ് ക്രിയേറ്റഡ് അസ്.
എന്തിനാണ് അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത്? അതിന് ഉള്ള ഒറ്റ ആൻസർ, ഒറ്റ ഉത്തരം, ഓൺലി വൺ ആൻസർ. നമുക്കതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ വർഷിപ്പ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രം നൽകുവാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, ഇപ്പോൾ നമ്മൾ വി ആർ യൂത്ത്, നമ്മൾ സ്റ്റുഡൻസ് ആണ്, യൂത്താണ്, വി ആർ ഡൂയിങ് ഡിഫറെൻറ്റ് ജോബ്സ്, നമ്മൾ വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടില്ല എന്നാണ്. ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ച ആ ഒരു പീസുണ്ട്, ആ പീസ് ലഭിക്കണമെങ്കിൽ, സമാധാനം ലഭിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്കുണ്ടാകേണ്ട ഒരു കാര്യം അത് നമ്മൾ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ഒരു ഉദാഹരണത്തിലൂടെ ശിർക്ക് ചെയ്യുന്ന ആളുകളെ ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹുനഫാ അലില്ലാ ഗൈറ മുശ്രികീന ബിഹി വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ ഫതഖ്തഫുഹു ത്വയ്ർ ഔ തഹ്വീ ബിഹി റീഹു ഫീ മക്കാനിൻ സഹീഖ്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. ആരെങ്കിലും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ആകാശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയോ ഉയരങ്ങളിലാണ്. അത്രയും ഉയരത്തിൽ നിന്ന് ഒരാൾ താഴെ വീണാൽ എന്തായിരിക്കും അവസ്ഥ? അയാൾ ഒരു പാരച്യൂട്ടില്ലാതെ അല്ലെങ്കിൽ സമാനമായ സൗകര്യങ്ങളൊന്നുമില്ലാതെ അയാൾ താഴേക്ക് വീഴാണ്. അങ്ങനെ വീഴുന്ന ഒരാളുടെ മാനസികാവസ്ഥ എപ്രകാരമായിരിക്കുമോ അതേ മാനസികാവസ്ഥയായിരിക്കും തൗഹീദിൽ നിന്ന് പുറത്തുപോയ ആളുകൾക്കുണ്ടാവുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, യഥാർത്ഥ ലക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെപ്പോഴും നമ്മളെന്ത് ചെയ്യും? സമാധാനമില്ലാത്തവരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവരായി മാറും എന്നുള്ളതാണ്. ഇന്നത്തെ യുവാക്കളുടെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ അന്വേഷിക്കുകയാണ്, സമാധാനം അന്വേഷിക്കുന്നു. ആ സമാധാനം ലഭിക്കാത്തപ്പോഴാണ് സ്ട്രെസ്സിലേക്ക് ആളുകൾ പോകുന്നത്. സ്ട്രെസ്സ് എങ്ങനെ മാറ്റാൻ കഴിയും? സ്ട്രെസ്സ് എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇസ്ലാമികമായി ജീവിക്കുവാൻ അയാൾ ശ്രമിക്കുകയാണെങ്കിൽ അയാൾക്ക് എപ്പോഴും സമാധാനം കിട്ടും. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ലിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വാസികൾക്ക് അള്ളാഹു സമാധാനം നൽകുന്നു. ആ സമാധാനം എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളിലൂടെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ദിക്റുകൾ. ഒരു ദിക്റ് പറയാൻ പറ്റുമോ? ഒരു ദിക്റ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ദിക്റ് ഏത് ദിക്റാണ്? ഇസ്ലാമിലെ രാവിലെ മോർണിംഗ് ടൈമിലുള്ള ദിക്റുകളുണ്ട്, ഈവനിങ്ങിലുള്ള ദിക്റുകളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്. ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളുണ്ട്. ഒരു ഉദാഹരണം പറയും. സുബ്ഹാനല്ലാഹ് ദിക്റല്ലേ? അല്ലേ? അല്ലാഹു അക്ബർ ദിക്റല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റല്ലേ? അൽഹംദുലില്ലാഹ് ദിക്റല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. രണ്ട് വാക്കുകൾ, 2 വേർഡ്സ്. അതിൻ്റെ പ്രത്യേകത ഖഫീഫത്താനി അലൽ ലിസാൻ. അത് നമുക്ക് ഒരു പ്രയാസവുമില്ലാതെ വി ക്യാൻ യൂസ്, നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആ ദിക്റ് ചൊല്ലാൻ പറ്റും. ഒരു പ്രയാസം ഉണ്ടാവില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ സഖീലത്താനി ഫിൽ മീസാൻ, നമ്മൾ മരിച്ചു ചെന്ന് പരലോകത്ത് നമ്മുടെ മീസാനിൽ അത് വെച്ച് നോക്കുമ്പോൾ അത് കനം തൂങ്ങുന്ന ഒന്നാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 2 വാക്കുകളാണ്. ആ വാക്കുകളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒന്ന് പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇത് വെരി ഈസിയാണ്, നമുക്ക് ആർക്കും ഇത് ചൊല്ലാൻ പറ്റുന്ന, അറിയാത്ത ആളുകൾക്ക് പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ കഴിയുന്ന ഏറ്റവും സിമ്പിളായ ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അപ്പോൾ ഇങ്ങനെയുള്ള ദിക്റുകൾ
നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നമുക്ക് സമാധാനമുണ്ടാകുന്നു, അവിടെ നമുക്ക് സന്തോഷമുണ്ടാകുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ആസ് എ യൂത്ത്, യുവാക്കൾ എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതും എല്ലാവരും ചിന്തിക്കേണ്ടതുമായ കാര്യമാണ്. എപ്പോഴും നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച്, ഇസ്ലാം എന്നുള്ളത് നമ്മുടെ മതമാണ്, നമുക്കെപ്പോഴും അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയുന്ന വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് എവിടെയും പറയണം. വീട്ടിൽ പറയാൻ പറ്റണം, നമ്മുടെ കൂട്ടുകാരോട് പറയാൻ പറ്റണം, നമ്മുടെ നാട്ടുകാരോട് പറയാൻ പറ്റണം. എങ്ങനെ നമുക്ക് വീട്ടിൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയുക? നമ്മൾ മുസ്ലിമായി വീട്ടിൽ ജീവിക്കുമ്പോഴാണ് ഐ ആം എ മുസ്ലിം എന്ന് നമുക്ക് വീട്ടിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. When you are living as a Muslim, you can announce, you can inform, you can tell I am a Muslim in your house. അല്ല, വീട്ടിൽ നമ്മൾ നമസ്കരിക്കാത്തവനാണെങ്കിൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയില്ല. കൂട്ടുകാരോടൊപ്പം മദ്യപിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയില്ല. നാട്ടുകാരോട് മോശമായി പെരുമാറുന്ന ആളുകളാണെങ്കിൽ അവിടെ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് നമുക്ക് എവിടെയും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയുന്നത് അവിടെ മുസ്ലിമായി ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് എവിടെയും നമുക്കൊക്കെ അള്ളാഹു ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. ചില ആളുകൾക്ക് നല്ല ശബ്ദം അള്ളാഹു നൽകിയിട്ടുണ്ട്, ചില ആളുകൾക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്, ചില ആളുകൾക്ക് സമ്പത്തുണ്ടാക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്, ചില ആളുകൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഓരോ സ്കില്ല് അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ സ്കില്ല് എന്താണ് എന്ന് മനസ്സിലാക്കാനും വി ഹാവ് ടു ഫൈൻഡ് അവർ സ്കിൽ, നമുക്ക് സ്പെഷ്യലായി അള്ളാഹു നൽകിയ സ്കില്ല് എന്താണ് എന്ന് കണ്ടെത്താനും അതിനെ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും നമുക്ക് കഴിയണം. നമുക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ആ സംസാരത്തെ നമ്മൾ ഏറ്റവും നല്ല സംസാരമാക്കി മാറ്റി അതിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്യുവാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ല, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും നല്ല സമുദായം, ഏറ്റവും നല്ല സമുദായം നിങ്ങളാണ്. എന്തേ കാരണം എന്നറിയോ? നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, നിങ്ങൾ ആളുകളോട് നല്ലത് പറയുന്നു, ഒരു കാര്യം കണ്ടാൽ അത് ചെയ്യണമെന്ന് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വെൻ യു ആർ ടോക്കിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ്, സംസാരിക്കുന്നു. ആ സമയത്താണ് നമസ്കാരത്തിനുള്ള ബാങ്ക് കേൾക്കുന്നത്. ബാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ കൂട്ടുകാരെ വിളിച്ച് പള്ളിയിലേക്ക് പോകുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ സമൂഹത്തിലെ ഏറ്റവും നല്ലവരായി മാറുന്നത്. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ആ ഒരു സർക്കിളിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെ നീ അത് ചെയ്യരുത് എന്ന് പറയുന്നു. നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവിടെയാണ് നിങ്ങൾ ഏറ്റവും നല്ല സമുദായത്തിലെ ഏറ്റവും നല്ല ആളുകളായി മാറുന്നത്. അപ്പോൾ ഇങ്ങനെ നന്മ കൽപ്പിക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കാനും മോശമായത് തിരുത്തുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളായി സമൂഹത്തിലെ ഏറ്റവും നല്ല ആളുകളായി മാറാൻ കഴിയുന്നത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മുടെ പർപ്പസ് എന്താണ് എന്നുള്ളത് അത് റിയലായി കൊണ്ടുവരണമെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെയും അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളും അള്ളാഹുവിൻ്റെ അനിഷ്ടങ്ങളും നോക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ദിവസം വരാനുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, എല്ലാവരും മരണം അനുഭവിക്കും. മരണം എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിൾ സാധനമല്ല. നമ്മൾ കേൾക്കും അയാൾ രാത്രി കിടന്നതായിരുന്നു പക്ഷെ രാവിലെ മരണപ്പെട്ടു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ആ മരണം എന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് അത് നമ്മുടെ ജീവിതത്തിൽ
ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളതാണ് മരണം. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വേദനയായിരിക്കും, പെയിനായിരിക്കും മരണത്തിനുണ്ടാവുക. ആ പെയിൻ ഓരോരുത്തരും അനുഭവിക്കും, എല്ലാവരും അനുഭവിക്കും. പക്ഷേ അതോടുകൂടെ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, അതോടുകൂടെ ഒരിക്കലും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമുക്ക് മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അവിടെ ആരാണോ നരകത്തെ അകറ്റി നിർത്തി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, നരകത്തിൽ പോകാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആർക്കാണോ സാധിക്കുന്നത്, അവരാണ് വിജയികൾ. അവരാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ. അവർക്കാണ് ഇഹലോകത്തും പരലോകത്തും വിജയമുള്ളത്. ഫഖദ് ഫാസ്, അവരാണ് വിജയികൾ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ. ഈ ഐഹിക ജീവിതം എന്നുള്ളത് കബളിപ്പിക്കുന്ന വിഭവം മാത്രമാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ഇത് എന്നെ സ്വർഗത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്, അതല്ല നരകത്തിലേക്കാണോ എന്ന് പരിശോധിക്കാൻ കഴിയണം. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയം, എത്ര സെക്കൻഡ് സമയമാണോ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത്, ആ സമയം എത്രയും ആ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങൾ മുഴുവനും ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് എന്നെ നരകത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്, സ്വർഗത്തിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്ന് പരിശോധിക്കാൻ കഴിയണം. അങ്ങനെ പരിശോധിക്കാൻ കഴിയുമ്പോൾ നമുക്ക് ഹലാൽ എന്താണ് എന്ന്, ഹറാം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് സുന്നത്ത് എന്താണ് എന്ന്, ബിദ്അത്ത് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. തൗഹീദ് എന്താണ് എന്ന്, ശിർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞാൽ, യുവാക്കളായി ഒരു ജോലി കിട്ടി, ഇനി ബാപ്പയുടെ സഹായം ആവശ്യമില്ല, ഇനി ഉമ്മയുടെ ഉപദേശം ആവശ്യമില്ല, എനിക്കാവശ്യമുള്ള പണമൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നൊരു പൊസിഷനിലേക്ക് എത്താനുണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ അതുവരെ വളർത്തിയ, അതുവരെ നമ്മളെ കെയർ ചെയ്ത് നമ്മുടെ മാതാപിതാക്കളെ പുറങ്കാല് കൊണ്ട് തട്ടിയിട്ടുകൊണ്ട് അവരെ മുഖത്ത് നോക്കി മോശമായി സംസാരിക്കുന്ന ആളുകളുണ്ട്. അവിടെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും അവരോട് ഇടപഴകുമ്പോഴും ഈ സംസാരം, ഈ ഇടപെടൽ എന്നെ സ്വർഗത്തിലേക്കാണോ എന്നെ നരകത്തിലേക്കാണോ എത്തിക്കുന്നത് എന്ന് ആലോചിക്കാൻ സാധിച്ചാൽ സഹോദരങ്ങളെ, തീർച്ചയായും അത് ഏറ്റവും നല്ലവരായി, ഏറ്റവും നല്ല മുസ്ലിമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകമല്ല, ഇവിടെയുള്ളതൊക്കെ ഭൗതികമായ ഒരു ആവേശം മാത്രമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ സ്ക്രീനിൽ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ, സമയം ചെലവഴിക്കുമ്പോൾ അവിടെ നമുക്ക് താൽക്കാലികമായ ആശ്വാസമാണ്. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ ടെസ്റ്റോസ്റ്ററോൺ എന്ന കെമിക്കലിനെ, ഹാപ്പിനെസ് കെമിക്കലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ ഫോണിലേക്ക് പോകുന്നു. ഏത് വീഡിയോ കാണുമ്പോഴാണോ നമുക്ക് ഹാപ്പിനെസ് കെമിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതേ വീഡിയോകൾ വീണ്ടും വീണ്ടും കാണുന്നു. അവസാനം ഇത് കിട്ടാതിരിക്കുമ്പോൾ ആകെ വിഷമിച്ചു പോകുന്നു, സ്ട്രെസ്സിലേക്ക് പോകുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു. അതിൻ്റെ പരിഹാരം എന്നുള്ള നിലക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നു, ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇന്ന് യുവാക്കൾ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത്. അവിടെ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും കാണിച്ചു തന്ന മാർഗമേതാണോ ആ മാർഗത്തെ പിന്തുടരുവാനാണ് യഥാർത്ഥത്തിൽ ഇന്ന് SKSMൻ്റെ യൂത്ത് വിങ് റിവൈവ് 3.0 എന്നുള്ള ഈ ഒരു പ്രോഗ്രാം, കണ്ടിന്യൂസ് ആയി പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. SKSM ആണെങ്കിലും യൂത്ത് വിങ് ആണെങ്കിലും ഇതുപോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മാറി ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവരായി മാറുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം ഈ ദഅവാ പ്രവർത്തനങ്ങളിലൂടെയായിരിക്കും. ആ സന്തോഷത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന്, പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കി അവസാനം ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന, നരകത്തെ നിന്ന് മാറി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കും. ആ ഒരു വലിയ ദൗത്യമാണ് ലോകത്തിലേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരും നിർവഹിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ഭാഗമായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.